നമുക്ക് നാടകം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ ഒരു ക്ലാർനെറ്റിന്റെ ശബ്ദമാണ് അല്ലേ? അതൊക്കെയാണ് രവീന്ദ്രൻ മാഷ് ഇതിലൊക്കെ ഒത്തിരി ഒത്തിരി എന്നിട്ട് പാട്ടില്ലേ, അതിലൊക്കെ ക്ലാർനെറ്റ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ ആ കാലം കൊണ്ടുവരാനാണ്. അയാൾക്ക് ഇൻസ്ട്രുമെന്റിസ്റ്റ് അങ്ങനെ ചില സാധ്യതകളുണ്ടല്ലോ, ആ കാലം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. നാടകത്തിൽ ഞാൻ പിന്നെ റെക്കോർഡിംഗ് ആയ സമയത്തും ഒളിവിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ തോപ്പിൽ ബാസിയുടെ അവസാന നാടകം വരെ ഞാൻ അവിടെ പാടിയിട്ടുണ്ട്, റെക്കോർഡിങ്ങിലും പാടിയിട്ടുണ്ട്. രാഘവ മാസ്റ്റർ ഇതില്ലേ എന്താണ് ഒളിവിലെ ഓർമ്മകളിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു പാട്ടുണ്ടല്ലേ, അതിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കിളിച്ചുണ്ടൻ മാവിൻ്റെ ചില്ലയിലാടും സിന്ദൂര നിറമുള്ള തേൻ പഴങ്ങൾ, വള്ളിയൂഞ്ഞാലിൽ ഞാൻ ആടി വരുമ്പോൾ താളം പിഴയ്ക്കാതെ പോയി മറയും. അതുപോലെ താളതരംഗം എന്ന് പറഞ്ഞൊരു നാടകത്തിൽ എൻ്റെ പാട്ടുണ്ടായിരുന്നു. പെൻഡുലം എന്ന് പറഞ്ഞൊരു നാടകത്തിൽ എൻ്റെ പാട്ടുണ്ടായിരുന്നു. പിന്നെ KT എൻ്റെ പാട്ട് പാടിയിട്ടുണ്ട്. അന്ന് ഞാൻ അന്തിക്ക് ചന്തയ്ക്ക് പോകുമ്പോൾ ചന്തമേറുന്നൊരു പെണ്ണ്, അവളന്ന നടയുള്ള മുഞ്ചും കരളിന്മേൽ ഊഞ്ഞാല് കെട്ടുന്ന പെണ്ണ്. കെട്ടി മുമ്പ് എഴുതിയതാ, കരളിന്മേൽ ഊഞ്ഞാല കെട്ടുന്ന പെണ്ണെന്നൊക്കെ പറയുന്ന പ്രയോഗമൊക്കെ എനിക്ക് അതിൻ്റെ ഒക്കെ ഒരു ഭംഗി ആലോചിച്ച് നോക്കിയേ.